ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ പളനിയിൽ പോകുമെന്ന്. അങ്ങനെ പളനിയിൽ പോയിരിക്കുകയായിരുന്നു. 2-ാം തീയതി പോയി 3-ാം തീയതി രാത്രിയായി തിരിച്ചെത്തിയപ്പോൾ. ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടില്ല, ക്ഷീണമായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാനുള്ള ഒരു ഇതില്ലായിരുന്നു. അവിടെയൊക്കെ നല്ല ചൂടായിരുന്നു. ഒരു തീർത്ഥാടനത്തിന് പോകുന്നൊരു ബസ്സിലാണ് പോയത്. അതുകൊണ്ട് കുറേ അമ്പലങ്ങളിലൊക്കെ നമുക്ക് കയറാൻ പറ്റി. നല്ലൊരു യാത്രയായിരുന്നു. പിന്നെ തമിഴ്നാട്ടിലായതുകൊണ്ട് നല്ല ചൂടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു എന്ന് ഫോൺ ചെയ്തപ്പോഴൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. വന്നപ്പോഴും നമുക്ക് അത് അറിയാൻ പറ്റി. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ കമ്പം തേനി വഴിയാണ് പോയത്. ആ വഴിയിലുള്ള മുന്തിരിത്തോട്ടങ്ങളിലും പിന്നെ തേയിലത്തോട്ടങ്ങളിലുമൊക്കെ കയറാനൊക്കെ പറ്റി. അങ്ങനെ അതൊക്കെ കുറേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അമ്പലങ്ങളിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ ഒരുപാട് ഇപ്പം സമ്മതിക്കുന്നില്ല. അങ്ങോട്ട് കയറുമ്പോഴേ അവിടെ മൊബൈൽ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വരണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ അമ്പലങ്ങളിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇന്നിപ്പോൾ ഞാൻ ഷഷ്ടിയായിട്ട് കോവിലിൽ അമ്പലത്തിൽ മുരുകൻ്റെ ഒരു അമ്പലമുണ്ട്, അവിടെ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. മാസം തോറും ഉള്ള ഷഷ്ടി വ്രതമാണ്, അല്ലാതെ മറ്റേ വലിയ ഷഷ്ടിയല്ല. അതെടുക്കാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങിയപ്പോഴാണ് ഞാൻ എന്നാൽ നിങ്ങളോട് അല്പം സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതിയത്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. യാത്രയൊക്കെ സുഖകരമായിരുന്നു. പളനിയിൽ കാവടിയൊക്കെ എടുത്ത് പോയി തൊഴാനൊക്കെ പറ്റി. വലിയ തിരക്കൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയുടെ ഒന്ന് നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ തലേന്ന് രാത്രി ചെന്നപ്പോൾ റൂമൊക്കെ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞായറാഴ്ച ഒരു രാത്രിയോടുകൂടി എല്ലാവരും പോയി. തിങ്കളാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ പളനിയിൽ കയറി തൊഴാനും അവിടുത്തെ പൂജകളൊക്കെ കണ്ട് തൊഴാനും ഒക്കെ നമുക്ക് പറ്റി. ഇപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് പളനിയിൽ. ഒട്ടും ഈ ഭിക്ഷക്കാരുടെ ശല്യവും അതുപോലെ തന്നെ ഈ സാധനങ്ങൾ വിൽക്കാൻ വരുന്നവരുടെ അതെല്ലാം മാറ്റി പളനിയിൽ മൊത്തം അങ്ങ് വൃത്തിയാക്കി. അവിടെ അങ്ങ് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ പോലും അങ്ങേ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് അവിടെ പോയി എന്തെങ്കിലും വാങ്ങിക്കാനേ പറ്റുള്ളൂ. മറ്റേ കടകളും എല്ലാം മാറ്റി അവർ പുതിയ ഒരു ഇത് ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പളനിയിൽ മൊത്തം പോലീസ് ബന്ദോബസ്തിലാണ്. താഴെ മുതൽ പളനി ദേവസ്വത്തിൻ്റെ ഓഫീസുകളും അതിൻ്റെ അരവണ പ്രസാദം വിൽക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ആക്കി. ആ കടകളൊന്നും ഇപ്പോൾ ഇല്ല. വഴിനീള കച്ചവടക്കാരെ എല്ലാം മാറ്റി. അതാണ് ഞാൻ പളനിയിൽ കണ്ട ഒരു മാറ്റം. ഞാൻ കഴിഞ്ഞ വർഷം പോയിരുന്നില്ല, അതിൻ്റെ അങ്ങേ വർഷം പോയിരുന്നു. അന്ന് എല്ലാ കച്ചവടവും ഉണ്ട്, എല്ലാം നല്ല ഇതായിട്ടായിരുന്നു. പക്ഷേ ഇപ്പം പളനിയിൽ അങ്ങനെ ഒരു ബഹളമോ കച്ചവടമോ ഒന്നുമില്ല. അങ്ങനെയെല്ലാം വേണമെങ്കിൽ നമ്മൾ കുറച്ച് ദൂരോട്ട് മാറിപ്പോയി എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ആ ഭാഗത്തോട്ടാക്കിയിട്ടുണ്ട്. അല്ലാതെ തീർത്ഥാടകർ ശല്യപ്പെടുത്തുന്ന രീതിയിലോ ഭിക്ഷക്കാരുടെ ശല്യങ്ങളോ ഒന്നുമില്ലാതെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു മാറ്റം അതായിരിക്കും. പിന്നെ ഒരുപാട് പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് എല്ലാവിധ സൗകര്യങ്ങളും പളനിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആശുപത്രി അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഫുൾ ചെക്കപ്പ് ചെയ്ത് ഇപ്പോൾ അകത്തോട്ട് കയറ്റത്തുള്ളൂ. താഴത്തെ പടിയിൽ നിന്ന് ഗുരുവായൂരെ പോലെ എല്ലാ ചെക്കപ്പും നടത്തി നമ്മൾ അകത്തോട്ട് പോലും കയറ്റത്തുള്ളൂ. സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ അത് നോക്കുന്നുണ്ട്. അതുപോലെ നല്ല വൃത്തിയായിട്ടുണ്ട്. പണ്ട് നമുക്ക് ഇങ്ങനെ കാല് ചവിട്ടാൻ പോലും കുറേ പശുവും എരുമയും ആടും അതൊന്നുമില്ല. ഇപ്പം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ ഉള്ളൊരു ബുദ്ധിമുട്ട്, നമുക്ക് വേലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്പലത്തിൽ സമർപ്പിക്കാനുള്ളതൊക്കെ വാങ്ങിക്കണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറി ഒരു തെരുവിലോട്ട് പോയേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പണ്ട് നമുക്ക് താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിൽ എല്ലാം കൊണ്ടുവരുമായിരുന്നല്ലോ വേലും അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ. ഇപ്പോൾ അതൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. അതൊക്കെ വേണമെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചിട്ട് അങ്ങേ സൈഡിൽ പോയി അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഭഗവാന് സമർപ്പിക്കാനേ പറ്റുള്ളൂ. അത് മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം നല്ല രീതിയിലാണ്. അതുപോലെ പടിയിലൊന്നും കർപ്പൂരം കത്തിച്ച് അതൊന്നും ഇപ്പോൾ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ പളനിയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു വർഷം പോയില്ലെന്നേ ഉള്ളൂ. ഈ വർഷം വന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. പിന്നീട് നമുക്ക് പറ്റിയത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും ആരെയും സമ്മതിക്കത്തില്ല. എല്ലാം ഫോണും എല്ലാം നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. അത് പളനിയിൽ ഇപ്പോൾ വന്നതാണ്. അത് എല്ലാവർക്കും കൂടെ വന്ന എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു. അയ്യോ ഫോട്ടോ എടുക്കാനും സമ്മതിക്കത്തില്ലല്ലോ എന്നുള്ള. പിള്ളേർക്കൊക്കെ അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ. അതുപോലെ നല്ല രസമാണ് പളനിയുടെ അടിവാരത്തു നിന്ന് അങ്ങ് മുകളിൽ ചെല്ലുമ്പോൾ ഉള്ള അറ്റ്മോസ്ഫിയർ. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ് കാണാനും. പളനിയുടെ ആ താഴ്വാരത്തോട്ട് നോക്കുമ്പോഴുള്ള ഇതൊക്കെ. പക്ഷെ അതൊന്നും എടുക്കാനുള്ള ഒരു അനുവാദവും ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് അതൊരു വിഷമമായിട്ട് എല്ലാവർക്കും തോന്നി. ബാക്കി എല്ലാം കൊണ്ടും വളരെ ഭക്തിസാന്ദ്രമായ യാത്രയും
നല്ല സന്തോഷമായ ഒരു പൂർണ്ണമായ ഒരു യാത്രയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പളനി യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. ഇപ്പോൾ ഇനിയിപ്പം ഞാൻ കോവിലിൽ പോയിട്ട് വന്നിട്ട് പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് ശ്രമിക്കാം. ഓക്കെ, കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇടാം. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.